ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിൻ്റെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോർഡിനേറ്ററാണ്. हाय फ्रेंड्स, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में सीखने वाले हैं हम और वे. നമ്മൾ പഠിക്കുന്നത് ഹം ആൻഡ് വേ വെച്ചിട്ടാണ്. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് വോഹു ആയിരുന്നു. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയാ വോ എന്നാണ്. ഏതുന്ന സമയത്ത് മാത്രമാണ് വഹൻ. ആൻഡ് അത് റിലേറ്റഡ് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ വഹൻ എഴുതണം, എന്തുകൊണ്ടാണ് നമ്മൾ വോ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ ഹിന്ദി നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അവൻ, അവൾ, അത്. നമ്മൾ പറഞ്ഞു വോ കാ മത്ലബ് ഹി, ഷി, ദാറ്റ്. അവൻ, അവൾ, അത്. ഈ ഒരു 3 മീനിങ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പം നമ്മുടെ എപ്പിസോഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എല്ലാ എപ്പിസോഡിലും നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ ഹിന്ദി സംസാരിക്കാം എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. എല്ലാവരും നന്നായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് തീംസുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഓരോ എപ്പിസോഡിലും നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡ്സും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുക, കൂടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. എന്തായാലും വോ, അവൻ, അവൾ, അത് എന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അവൻ ദുബായിലാണ്. वो दुबई में है. ഓ അവൻ ശരത്താണ്. वो शरत है. അവൻ ഇവിടെയാണ് താമസിക്കുന്നത്. वो यहाँ रहता है. ഓക്കെ, ഓ യഹം രഹ്താ ഹെ. അതിന്റെ ഫീമെയിൽ ഇതും നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അതിൽ പറഞ്ഞു അവൾ ദുബായിലാണ് താമസിക്കുന്നത്. वो दुबई में रहती है. അവളൊരു നേഴ്സാണ്. वो एक नर्स है. ഓക്കെ, ഇങ്ങനെയുള്ള ആശയങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിൽ പ്ലൂരലാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഹം ഓർ വേ, ഈ 2 മീനിങ്. അപ്പൊ ഹിന്ദിയിൽ ഹം എന്ന് പറഞ്ഞ വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ വേ എന്ന് പറയുമ്പോൾ പ്ലൂരൽ ദേ, അവർ എന്നുള്ളൊരു ആശയമാണ്. ഈ 2 ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ടീച്ചേഴ്സ് ആണ് എന്നെങ്ങനെ പറയും? हम टीचर्स है. ഹം टीचर्स है. ഹം ടീച്ചേഴ്സ് ഹെ. ഹം ടീച്ചേഴ്സ്. ഹം സബ് ടീച്ചേഴ്സ് എന്ന് പറയാം അല്ലെ. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആണ്. ഞങ്ങൾ ഡ്രൈവേഴ്സ് ആണ്. हम सब ड्राइवर्स है അല്ലെങ്കിൽ हम ड्राइवर्स हैं. ഓക്കെ, ഹം ഡ്രൈവേഴ്സ് ഹെ, ഞങ്ങൾ ഡ്രൈവേഴ്സ് ആണ്. ഹം സബ് ഡ്രൈവേഴ്സ്, ഞങ്ങൾ എല്ലാവരും ഡ്രൈവേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ മലയാളത്തിൽ ചെറിയൊരു ഗ്രാമറ്റിക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഹെ എന്ന് എഴുതുമ്പോൾ ഹേയുടെ മുകളിൽ ഈ പ്ലൂരൽ വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് വോ ദുബായ് മേ ഹെ എന്ന് പറയുമ്പോൾ ഹെ എന്നാണ് എഴുതുക. നമ്മൾ ദുബായ് മേ ഹെ എന്ന് പറയുന്ന സമയത്ത്, ഹം ദുബായ് മേ ഹെ എന്ന് പറയുന്ന സമയത്ത് ഹേയുടെ മുകളിൽ ഒരു ഡോട്ട് കൂടിയാണ്. അത് എങ്ങനെയാണ് നമ്മൾ അത് പ്രത്യേകിച്ച് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്? അതിന്റെ ആവശ്യമില്ല, അത് ഹേ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക. അത് ജസ്റ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് ആ വായിക്കുന്ന ആൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി, ഇത് പ്ലൂറൽ ആണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡോട്ട് ഇടുന്നത്. പ്രൊനൗൺസിയേഷൻ അവിടെ മാറണില്ല. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് ഹൈ എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഹം സബ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും, ഞങ്ങളെല്ലാവരും എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്. അപ്പൊ ഹം ഓൾ എല്ലാവരും എന്നുള്ളൊരു മീനിങ് ആണ് വരാം. ഹം സബ് ഡ്രൈവേഴ്സ്, ഹം സബ് ടീച്ചേഴ്സ് ഹെ, ഹം സബ് ഡോക്ടേഴ്സ് ഹെ. അപ്പൊ സബ് ചേർത്ത ഒന്നുകൂടി നമുക്ക് മീനിങ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, പിന്നെ ഞങ്ങൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. हम दुबई में काम करते हैं. ഓക്കെ, ഹം ദുബായ് മേ काम करते हैं. കാം കർത്തേ ഹെ. അവിടെ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി. അവിടെ പ്ലൂരൽ വന്നത് കൊണ്ടാണ് കർത്തേഹെ എന്ന് വരുന്നത് അല്ലെ. അപ്പോ ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് എന്ന് എങ്ങനെ പറയും? मैं दुबई में काम करती हूँ അല്ലെങ്കിൽ ബോയ് ആണെങ്കിൽ करता हूँ, മെയിൽ ആണെങ്കിൽ. ഓക്കെ, മെയിൽ ആണെങ്കിൽ मैं ദുബായ് में काम करता हूँ, ഫീമെയിൽ ആണെങ്കിൽ करती हूँ. मैं ദുബായ് में काम करती हूँ. ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹം ആണെങ്കിലോ ഹം ദുബായ് में काम करते हैं. കർത്തേ ഹെ. അവിടെയാണ് ആ ഒരു ഡിഫറൻറ്റ് വരിക. ഓക്കെ, സിംഗുലർ മെയിൽ ആവുമ്പോൾ താ അല്ലെങ്കിൽ ആ സൗണ്ട് ആണ് നമ്മൾ ഒരു വേർബിന്റെ ബാക്കിൽ ചേർക്കേണ്ടത്. ഫീമെയിൽ ആകുമ്പം ഈ സൗണ്ട് ആണ് ചേർക്കേണ്ടത്. ആൻഡ് പ്ലൂറൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്നു പറയുകയാണെങ്കിൽ എ സൗണ്ട് ആണ് ചേർക്കേണ്ടത്. അപ്പം ആ, ഇ ആൻഡ് എ,
അതെല്ലാ വേർബ്സിനും മിക്ക വേർബ്സിലും ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യണത് നമ്മൾ റൂൾസ്. റൂൾസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഒന്നുകൂടി നമുക്കൊരു കൺഫ്യൂഷൻ വരരുത്. നമ്മളെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കുക. നിങ്ങൾ കൂടെ തന്നെ നിങ്ങളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഇപ്പോ ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. मैं शारजा में रहता हूँ. ഇപ്പൊ मैं शारजा में रहती हूँ ഓക്കെ. ഫീമെയിൽ ആൻഡ് നമ്മൾ ഷാർജയിൽ നമ്മൾ ഷാർജയിലാണ് താമസിക്കുന്നത്. हम शारजा में रहते हैं. ഹം ഷാർജ മേ रहते हैं. രഹിത്തേ ഹെ. ഹം ഷാർജ മേ രഹിത്തേ. ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. മേ ഷാർജ മേ രഹിത്താ ഹോ. മെയിൽ ആണെങ്കിൽ മേ ഷാർജ മേ രഹിത്താ ഹോ. ഫീമെയിൽ ആണെങ്കിൽ रहती हूँ. മേ ഷാർജ മേ രഹിത്തി ഹോ. ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത്. हम शारजा में रहते हैं. ഓക്കെ. ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. हम मुंबई में रहते हैं. ഹം മുംബൈ മേ രഹിത്തേ ഹെ. ആ ഒരു ഡിഫറൻറ്റ് ആണ് വരുന്നത്. ഓക്കെ. രഹിന എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലെ, തങ്ങുക. രഹന എന്നാണ് വേർബ്, അത് നമ്മൾ മാറിയതാണ്. അത് മാറിയതാണ്. അവിടെയാണ് ആ ഒരു ഡിഫറൻറ്റ് വരുന്നത്. പിന്നെ നമ്മളിപ്പോ ഞങ്ങൾ നാളെ വരും എന്നെങ്ങനെ പറയൂ? ഹം കൽ ആയെങ്കെ. ഹം കൽ ആയെങ്കെ. ഓക്കെ. നമ്മള് ഇനി ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ നാളെ വരും. ഹം കൽ ആയെങ്കെ. ഞാൻ നാളെ വരും എന്ന് പറയുമ്പോഴോ? मैं कल आऊंगा if a male. मैं कल आऊंगी if a female. ഓക്കെ. മേ കൽ ആവുങ്ക. മെയിലാകുമ്പോൾ മേ കൽ ആവുങ്ക. ഞാൻ കൽ എന്ന് പറഞ്ഞാൽ നാളെ, ടുമോറോ, നാളെ. മേ കൽ ആവുങ്ക, ഞാൻ നാളെ വരും. ഫീമെയിൽ ആണെങ്കിൽ മേ കൽ ആവുങ്കി. ഞങ്ങൾ നാളെ വരും. हम सब कल आएंगे. ഹം സബ് കൽ आएंगे. ആയെങ്കിൽ. ഓക്കെ. ഞങ്ങൾ ഹിന്ദി പ്ലസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. हम सब हिंदी प्लस अकेडमी में पढ़ते हैं. ഓക്കെ. हम सब हिंदी प्लस अकेडमी में पढ़ते हैं അല്ലെങ്കിൽ സ്റ്റഡി करते हैं. പഠിത്തേ ഹെ. പഠന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സ്റ്റഡി പഠിക്കുക എന്ന് തന്നെയാണ് ഹിന്ദിയിൽ മീനിങ് വരുന്നത്. അപ്പൊ ഹം സബ് ഹിന്ദി പ്ലസ് അക്കാഡമി में പഠിത്തേ ഹെ. ഹം സബ് ഹിന്ദി പ്ലസ് അക്കാഡമി में പഠിത്തേ ഹെ. ഞാൻ ഹിന്ദി പ്ലസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. मैं हिंदी प्लस अकेडमी में पढ़ता हूँ. ഓക്കെ. ഫീമെയിൽ ആണെങ്കിൽ पढ़ती हूँ. मैं ഹിന്ദി പ്ലസ് അക്കാഡമി में പഠിത്തി ഹും. ഫീമെയിൽ ആണെങ്കിൽ. ഞങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഹം ഹിന്ദി പ്ലസ് അക്കാഡമി में പഠിത്തേ ഹെ. ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും മാരീഡ് ആണ്. हम सब शादीशुदा है. हम सब शादीशुदा है അല്ലെങ്കിൽ हम शादीशुदा है. ഓക്കെ. ഹം സബ് ഷാദിശുദ. ഞങ്ങളെല്ലാവരും മാരീഡ് ആണ്. ഹം ഷാദിശുദ ഹെ. ഞാൻ മാരീഡ് ആണ്. ഓക്കെ. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ഹം എന്നുള്ളത് വി, നമ്മൾ അല്ലെങ്കിൽ ഞാൻ, നമ്മളിപ്പോ മലയാളത്തിൽ നമ്മൾ ചിലപ്പോ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഞങ്ങൾ അങ്ങനത്തെ ആളൊന്നുമല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കുറെ നോർത്ത് ഇന്ത്യയിൽ കുറെ സ്ഥലത്ത് നമ്മളിപ്പം രാജസ്ഥാനിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒരാൾ സിംഗുലർ ആയി കഴിഞ്ഞാലും അവരുടെ അകത്ത് യൂസ് ചെയ്താണ് അവരെ അഡ്രസ് ചെയ്യാം. യൂസ് ചെയ്ത് എന്നൊക്കെയാണ് ഓക്കെ. അവർ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അല്ലാതെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ലാംഗ്വേജ് ആണ്, ഓൺലി കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഒക്കെ വരാം. ഓക്കെ. പിന്നെ ഇനി നമുക്കൊന്ന് വേ നോക്കാം അല്ലെ. വേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. നമ്മൾ വഹ് എന്ന് എഴുതും, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ വോ. അവൻ, അവൾ, അത്, ഹി, ഷി, ദാറ്റ്. ഈ ഒരു 3 മീനിങ്ങും നമ്മൾ വോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ വേ ആണ്. വേ എന്ന് പറഞ്ഞാൽ ദേ, അവർ അല്ലെ. അവരാണ്, അവർ ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ ദുബായിലാണ് ജോലി ചെയ്യുന്നത്, അവർ ഷാർജയിലാണ് താമസിക്കുന്നത്, അവരെല്ലാവരും ഇവിടെയാണ് താമസിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ആശയമാണ് ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. വേ അല്ലെ. കൺഫ്യൂഷൻ ആവരുത്. വോ, വേ രണ്ടും സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് വേ. ഇപ്പം അവർ ഇവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ. വേ യഹം രഹത്തെ ഹെ. ഇവിടെ നമ്മൾ ഹം യൂസ് ചെയ്തത് പ്ലൂരലാണ്. അതുപോലെ തന്നെയാണ് വേയും പ്ലൂരലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വേ യഹം രഹത്തെ ഹെ. അല്ലെങ്കിൽ വേ യഹം രഹത്തെ. അവർ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. वे यहाँ काम करते हैं. वे यहाँ काम करते हैं. വേ യഹം കാം കർത്തേ ഹെ. ഇപ്പം ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ मैं यहाँ काम करता हूँ. मैं यहाँ काम करती हूँ. ഓക്കെ. മേ യഹം കാം കർത്താ ഹും മെയിൽ ആണെങ്കിൽ. ഫീമെയിൽ ആണെങ്കിൽ करती. മേ യഹം കാം കർത്തി ഹും. ആ ഒരു ഡിഫറൻറ്റ്. അവർ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വേ യഹം काम करते हैं. കർത്തേ ഹെ. നമ്മൾ ഈ പറഞ്ഞ ഹേയുടെ മുകളിൽ ഒരു ഡോട്ട് കൂടി യൂസ് ചെയ്യും. ഓക്കെ. നമ്മൾ ഡ്രാമാറ്റിക് ആയിട്ട് എഴുതുമ്പോൾ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. हमने खाना खाया. हमने खाना ഓക്കെ. അവർ ഭക്ഷണം കഴിച്ചു, അവർ ഫുഡ് കഴിച്ചു എന്ന് എങ്ങനെ പറയും? അത് उन्होंने खाना खाया.
അല്ലെങ്കിൽ വേ ഖാന ഖാ ചുക്കേ ഹെ. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു ഡിഫറൻറ്റ് വരും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അവിടെ ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, പിന്നെ അവരെല്ലാവരും അവർ മാരീഡ് ആണ്. വേ ഷാദിശുദാ ഹെ. ഓക്കെ, ഷാദിശുദാ. വേ ഷാദിശുദാ ഹെ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ വേ ഷാദിശുദാ ഹെ, അവർ മാരീഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേ വെച്ചിട്ട് കുറച്ച് സെന്റൻസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം അവർ ദുബായിലാണ്. വേ ദുബായ് മേ ഹെ. വേ ദുബായ് മേ ഹെ. ഓക്കെ, വേ ദുബായ് മേ ഹെ, അവർ ദുബായിലാണ്. അവർ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. वे दुबई में काम करते हैं. वे दुबई में काम करते हैं. ഓക്കെ, വേ ദുബായ് മേ കാം കർത്തേ ഹെ നമ്മൾ മുമ്പ് പ്രാക്ടീസ് ചെയ്തു. ഹം പ്ലൂരൽ ആണ്. അതുപോലെ തന്നെയാണ് വേ എന്ന് പറയുമ്പോൾ ദേ, അവർ എന്നുള്ളൊരു ആശയമാണ്, മീനിങ് ആണ് വരുന്നത്. അപ്പൊ അവർ ദുബായിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വേ ദുബായ് മേ കാം കർത്തേ ഹെ, ഞങ്ങൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. हम दुबई में काम करते हैं. ഹം ദുബായ് മേ കാം കർത്തേ ഹെ, രണ്ടും സെയിം ആണ്. അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. वो दुबई में काम करता है. ഓക്കെ, വോ ദുബായ് മേ കാം കർത്ത, അവൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. वो दुबई में काम करती है. ഓക്കെ, വോ ദുബായ് മേ കാം കർത്തി ഹെ, അതാണ് ആ ഒരു ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, അവർ മാരീഡ് ആണ്. वे शादीशुदा है. അവർ എല്ലാവരും മാരീഡ് ആണ്. वे सब शादीशुदा है. അവർ എല്ലാവരും മാരീഡ്. വേ സബ് ഷാദിശുദാ ഹെ, അവർ എല്ലാവരും മാരീഡ് ആണ്. ഓക്കെ, അവർ ഹിന്ദി പ്ലസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. वे सब हिंदी प्लस अकेडमी में पढ़ते हैं. ഓക്കെ, वे हिंदी प्लस अकेडमी में पढ़ते हैं എന്നും പറയാം. വേ ഹിന്ദി പ്ലസ് അക്കാഡമി മേം പഠിത്തേ ഹെ, യാ അല്ലെങ്കിൽ വേ സബ് ഹിന്ദി പ്ലസ് അക്കാഡമി മേം പഠിത്തേ ഹെ, അവർ എല്ലാവരും ഹിന്ദി പ്ലസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. ആ ഒരു ഡിഫറെന്റ് ആണ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ അവർ ദുബായിലാണ്, അവർ ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടേഴ്സാണ്, അവൾ ഡോക്ടേഴ്സാണ്, അവൾ നേഴ്സാണ്. അത് നമ്മൾ അല്ലെ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സെന്റൻസസ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ എപ്പിസോഡ്സ് ആണ്. സോ നമ്മൾ ഇനി വേർബ്സും കൺജക്ഷൻസും പ്രപ്പോസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഹിന്ദിയിൽ പഠിക്കാൻ. അപ്പം നമ്മൾ വരുന്ന എപ്പിസോഡ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഇനീഷ്യലായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ സെന്റൻസസ് അതൊന്ന് പഠിച്ചെടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഇൻഫോർമേഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമായിരിക്കും അതൊന്ന് ഉൾക്കൊള്ളിക്കാനും അത് പഠിച്ചെടുക്കാനും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ രഹത്തെ ഹേ, രഹത്താ ഹേ, രഹത്തി ഹേ, ഇതന്നെ കൺഫ്യൂഷൻ ആണ്. ഇതേപോലെ എത്രയോ വേർബ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകണം ഓരോ എന്താ പറയുക കോണ്ടെക്സ്റ്റിനനുസരിച്ച്. സോ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. കാരണം ഇപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ സെന്റൻസസ് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് മുതലേ നമ്മൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള സെന്റൻസസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നു ഇങ്ങനെ റിപ്പീറ്റേഷൻ നന്നായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഒന്നാമത് നമ്മൾ വെർബ്സ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവൻ അവിടെയാണ്, അവൾ നേഴ്സാണ്, അവൻ ഡോക്ടറാണ്, അവൻ ടീച്ചറാണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ആണ് നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ടെൻസസിലും ഉള്ള സെന്റൻസുകളെ കുറിച്ചും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറയും നമ്മൾ. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസസ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ഹിന്ദി നിങ്ങൾക്ക് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരാൻ പറ്റും നമുക്ക് എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ വീഡിയോസ് കാണണം, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യണം, ആൻഡ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കുക, ആൻഡ് ലൈക്ക് ചെയ്യുക ഇഫ് യു ലൈക്ക് ദ വീഡിയോ. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായാലും കാണാം. ടിൽ ദെൻ ബൈ ബൈ. ഓക്കെ.